ഹായ് ഹലോ. അപ്പം നമുക്കൊന്ന് ചേമ്പിൻ്റെ കുറച്ച് വിത്തുണ്ട്, കിഴങ്ങ്. അപ്പോൾ നമുക്കത് നടുന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഇത് വീടിൻ്റെ പുറക് സൈഡാണ്. അപ്പോൾ കുറച്ച് ചപ്പൊക്കെ ഉണ്ടായിരുന്നു, അതിപ്പോൾ കത്തിച്ച് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ സ്ഥലം കാണിച്ചു തരുന്നില്ലേ, ഇത് വീടിൻ്റെ പുറകാണ്. അപ്പോൾ അവിടെ കുറച്ച് സ്ഥലത്ത് വിത്തിടാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടനാണ് ഇതെടുത്ത് വരുന്നത് വിത്തിടാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ മണ്ണിങ്ങനെ കൂട്ടിയിട്ടിട്ട് വെച്ചിട്ടാണല്ലോ നമ്മൾ ഇത് ചേമ്പിൻ്റെ കിഴങ്ങ് നടുക. അപ്പോൾ ഏട്ടനാണ് ഇതൊക്കെ ചെയ്ത് തരുന്നത്, ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ട്. നമുക്ക് ഗ്രോ ബാഗിനകത്ത് നമ്മളൊരു ചേമ്പിൻ്റെ തൈ ഇത് കിഴങ്ങ് വെച്ചതാണ്. അപ്പോൾ നമുക്കതിന് കുറേ വിത്തായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വിത്ത് ഓരോന്നായിട്ട് എടുക്കുകയാണ്. നമുക്കിതിപ്പോൾ എങ്ങനെ വയ്ക്കുകയെന്നൊന്നും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. നമ്മൾ അറിയുന്നത് പോലെയാണ് അത് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ ബാഗിനകത്താക്കിയിട്ട് ഒരു കിഴങ്ങ് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി, അത്യാവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് താഴെ വയ്ക്കാൻ വെച്ചിരുന്നു. താഴെ വയ്ക്കുമ്പോൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കിഴങ്ങ് കിട്ടുമല്ലോ. ഏട്ടനും അധികം ഒന്നും അറിയില്ല അങ്ങനെ വയ്ക്കുന്നതിൻ്റെ കുറിച്ചിട്ട്. പക്ഷെ അപ്പോൾ ഞങ്ങൾ അറിയണ പോലെ രണ്ടുപേരും കൂടിയിട്ട് ചെയ്യണം. നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ അതൊക്കെ പൊട്ടി വരുന്നുണ്ട്. പുഴക്കെടുക്കുമ്പോൾ തന്നെ ഒരു 4-5 കിഴങ്ങ് കിട്ടിയിട്ടുണ്ടാവും നമുക്കിന്ന്. നമ്മൾ താഴെയൊക്കെ വയ്ക്കുകയാണെങ്കിൽ പന്നി ശല്യം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ടെറസിൻ്റെ മുകളിൽ വെച്ചത്. അപ്പോൾ ഇപ്പം നമ്മൾ താഴെ തന്നെ വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അത്രയ്ക്കൊന്നുമില്ല. അപ്പം നമ്മൾ 2 മണ്ണ് കൂട്ടിയതിങ്ങനെ നമ്മൾ ഒന്നാക്കി. ഏട്ടൻ തന്നെയാണ് എന്നിട്ട് തൈകളൊക്കെ വയ്ക്കുന്നത്. ഞങ്ങൾ കിഴങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടില്ല, തൈയോടെ തന്നെയാണ് ഇറക്കി വയ്ക്കുക. എന്നിട്ട് അവിടെയും കുറച്ചും കൂടി 2-3 കിഴങ്ങ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടാ അവിടെ അതങ്ങോട്ട് മണ്ണങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് അവിടെ വയ്ക്കാൻ വേണ്ടിയിട്ട്. ചെറിയതാണ്, നമുക്കൊക്കെ മുളങ്ങനെ വന്നതാണ് നമ്മൾ വെച്ച് വിട്ടിരിക്കുന്നതെല്ലാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചേനയുണ്ട്, ചേനയും കറിവേപ്പിലയും. നമ്മളതും കൂടി വീഡിയോ എടുത്താണ്. നല്ല പച്ച കളറില്ല. അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തിടും. ഏട്ടൻ നനച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ എന്തെങ്കിലും കോഴിയൊക്കെ ഉണ്ട് നിറയെ നമ്മുടെ വീട്ടിലും പിന്നെ അപ്പുറത്തെ വീട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതുകാരണം കോഴി ചെനക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഏട്ടൻ പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇവരൊക്കെ മൊത്തം ചെനക്കി ശരിയാക്കും. ഏട്ടൻ ചീനക്കൊന്നയുടെ ഇലയും പൂമരത്തിൻ്റെ ഇലയൊക്കെ എല്ലാം കൊണ്ടുവന്ന് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കൊരു ഫ്രിഡ്ജിൻ്റെ ഇതുണ്ട്,
ഇപ്പം ഇത് കേടായിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അതിനോട്ട് മണ്ണ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്രയും മണ്ണൊക്കെ നമ്മൾ നിറയ്ക്കണ്ട. അപ്പം നമുക്ക് അത്രയും മണ്ണില്ലാത്ത ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളതിലൊക്കെ ചപ്പും പിന്നെ കുറേ വിറകിൻ്റെ എല്ലാം ഇതാക്കണം. ഇടയ്ക്ക് ഞാൻ ചായ വെച്ചിട്ട് വന്നു ഏട്ടന്. ഞങ്ങളങ്ങനെ ചായ കുടിക്കാൻ പോകണം. അപ്പം ഞങ്ങൾ ആദ്യം കുറച്ച് ചപ്പും പിന്നെ അവിടെ കുറേ വേവിച്ച വറകും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ആദ്യം ഒന്ന് മൂടിയത്. പിന്നെ ഏട്ടൻ നല്ല മണ്ണൊക്കെയാണ് ഇപ്പം നിറയ്ക്കുന്നത് ഏട്ടൻ. അപ്പോൾ നമ്മൾ ഇതിലോട്ട് മണ്ണ് നിറയ്ക്കുകയാണ്. നമ്മൾ കുറേ ഇട്ടു എന്നിട്ടൊന്നും നിറയണില്ല. നിറയെ മണ്ണ് വേണം. പിന്നെ നമ്മൾ ആദ്യം നമ്മൾ കുറച്ച് മണ്ണ് ഇട്ടു. പിന്നെ എത്തിയപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല മണ്ണാണ് മുകളിലത്തെ ഭാഗത്തുള്ളത്. നമ്മൾ വലിയ കല്ലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത മണ്ണാണ് മുകളിലിടുന്നത്. അപ്പോൾ ഏട്ടൻ അതിലത്തെ കട്ടകളൊക്കെ ഇങ്ങനെ ഉടച്ചു കൊടുക്കുകയാണ്. അതിൽ അത്യാവശ്യം നന്നായിട്ട് ഈ കട്ടകളൊക്കെ ഉണ്ട്. വലിയ കല്ലൊന്നുമില്ല, പക്ഷെ എന്നാലും മണ്ണൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ട്. കുറച്ച് ചീരയുണ്ട്. അപ്പം നമ്മളതിങ്ങനെ വിത്ത് ഇങ്ങനെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതങ്ങനെ നിറയെ ഒത്തിരി വാരിയിട്ട് കൊടുക്കുകയാണ്. നമുക്ക് ചീര നമുക്ക് നിറയെ വിത്ത് കിട്ടുമല്ലോ. നമുക്ക് ചീര നമ്മൾ വെട്ടാണ്ടിരുന്നാൽ തന്നെ മുറിക്കാണ്ടിരുന്നാൽ തന്നെ നല്ല വിത്തുകൾ കിട്ടുമ്പോൾ ഞങ്ങൾ ആ വിത്ത് അങ്ങനെ എടുത്ത് വയ്ക്കും. അപ്പോൾ ആ വിത്തൊക്കെ മൊത്തം വിത്തിട്ടു. ഇനിയിപ്പോൾ ഏട്ടൻ നനച്ച് കൊടുക്കുകയാണ്. സ്പ്രേ ബോട്ടിൽ കൊണ്ടാണ് ഇങ്ങനെ നനച്ച് കൊടുക്കുന്നത്. ചീര നമുക്ക് അധിക ദിവസമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ മുളയ്ക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം.